ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ 3. അങ്ങനെ പഴയ പോലെ തന്നെ ഇന്ന് രാവിലെ എണിച്ചിട്ട് യാത്ര തുടങ്ങി. ഇനി ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പിടിക്കണം. അങ്ങനെ നമ്മൾ അതും കണ്ട് നമ്മളെ നാട്ടിൽ ഓട്ടോറിക്ഷ എങ്കിൽ ഇവിടെ സ്കൂട്ടർ റിക്ഷ. വിചാരിച്ച പോലെ തന്നെ ഏതോ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഏത് ലൊക്കേഷൻ എന്തൊന്നും ഒരു ഐഡിയ ഇല്ല, പോയിട്ട് നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടാകും. അങ്ങനെ നമ്മൾ പിന്നെയും കണ്ടുമുട്ടി വേറൊരു ചർച്ച്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ പോകുന്ന കണ്ടിട്ട് ഞാനും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കി. കാരണം എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ കയറുന്നത് തന്നെ. അങ്ങനെ കയറി അടുത്ത കാര്യങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥന നടക്കുന്നുണ്ടായിന്. പിന്നെ റെസ്പെക്റ്റ് എന്നല്ലേ, അപ്പോൾ അതുപോലെ ഞമ്മ ആടെ നിന്നിട്ട് ആ ഓരോ പ്രാർത്ഥന ഇങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് വാച്ച് ചെയ്തിട്ട് പിന്നെ പുറത്തിറങ്ങി നേരെ. പിന്നെ അവിടെ പുറത്തത് കുറേ കാഴ്ച കാണാനുണ്ടായിന്, കുറേ ടൂറിസ്റ്റുകളും. പിന്നെ അവിടെ കുറേ കുതിരകളുണ്ടായിന്. ഉണ്ടായ ഒരു കുതിരനോട് ഈ കുതിര തെറ്റാക്കിയിട്ട് അപ്പോൾ ആ കുതിരക്ക് മനസ്സിലായി. അങ്ങനെ ആ കുതിര ഇങ്ങോട്ടും തെറ്റായി. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ട് അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഓർഡർ കൊടുത്തിട്ടാകുമ്പോൾ കുറച്ചില്ല, എന്തായാലും അരമണിക്കൂറിന് മുകളിൽ പിടിക്കുമെന്ന്. ഈ അരമണിക്കൂർ വരെ വെറുതെ ഇരിക്കണമെന്നുള്ള വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കി പ്ലാൻ മാറ്റി നമ്മൾ നേരെ നമുക്ക് ആ സമയം കൊണ്ട് ഒരു കോഫി കുടിച്ചിട്ട് വന്നാലോ. അങ്ങനെ നേരെ കോഫീൻ്റെ പിടിയിലേക്ക് പോയി. അങ്ങനെ കോഫിയെല്ലാം കുടിച്ചിട്ട് തീരുമ്പോഴേക്ക് ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ട് പിന്നെ എന്താക്കി അവിടെ കുറേ ഇരിക്കാനൊന്നും നിന്നില്ല. നേരെ അവിടുന്ന് പുറത്തിറങ്ങി പിന്നെ നേരെ ഫുഡിൻ്റെ ഹോട്ടലിലേക്ക് പോയിട്ട് എത്തുമ്പോഴേക്ക് തന്നെ ഫുഡ് റെഡി. അൽഹംദുലില്ലാ ഖൈർ. അങ്ങനെ ചങ്ങായിൻ്റെ വക ബട്ടത്തിലും നീളത്തിലും വീഡിയോ എടുക്കുന്ന തിരക്കിലുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊടുത്ത് പിന്നെ ഓൻ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ട്, ഓൻ്റെ സന്തോഷമല്ല നമ്മളെ സന്തോഷം. ഓനിങ്ങനെ തിരിയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മുമ്പിൽ തന്നെ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ. അങ്ങനെ ഐസ്ക്രീം ഒന്നും വിചാരിച്ചിട്ട് നേരെ പോയിട്ട് ഒരു അവക്കാടോ ഐസ്ക്രീം വാങ്ങി. അവക്കാടോ ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക, സംഭവം അടിപൊളി. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ആക്കി നോക്കുക അവക്കാടോ ഐസ്ക്രീം. അങ്ങനെ നടന്നിട്ട് വരുമ്പോഴേക്കാണ് ഈ ഒരു സ്ഥലം കിട്ടിയത്. നമ്മളെ നാട്ടിൽ ബേക്കൽ ഫോർട്ടുള്ള പോലെ അത്രയില്ല എന്നാലും, കാരണം ഭയങ്കര ഒരു ഫ്രീ മൈൻഡായിട്ട് ഇവിടെ ഇരിക്കുക. എൻ്റെ ബാക്കിൽ കാണുന്നതെല്ലാം യൂണിവേഴ്സിറ്റി. അപ്പോൾ അടുത്ത പിള്ളേരെല്ലാം ഏകദേശം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുന്ന ആടെയാണ്. ഇതാണ് ആ യൂണിവേഴ്സിറ്റീൻ്റെ ഏരിയ. ഈ യൂണിവേഴ്സിറ്റീൻ്റെ പുറത്ത് തന്നെ കുറേ കഫകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നമ്മൾ 2 മലയാളികളെ പരിചയപ്പെട്ടായിരുന്നു. 2 മലയാളികൾ സ്റ്റുഡൻ്റാണ്. ഒന്ന് ഒരു കോഴിക്കോടും ഒന്ന് എറണാകുളക്കാരും. 2 ഇവിടെ പഠിക്കുന്നുള്ളത്. മലയാളികൾ പൊളിയാണ്, എവിടെ പോയാലും ഉണ്ടാവും. അപ്പോൾ യോൻ ചൊല്ലി ഞാനൊന്ന് പായി നമുക്കൊന്ന് ചിറാപുഞ്ചിയാക്കണം. ചിറാപുഞ്ചിയാക്കാൻ മയൊന്നുമില്ല, എന്നാലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ഫിലിപ്പീൻസിൽ ഈ ഒരു ഭാഗത്തുനിന്നല്ല ഏതൊരു ഭാഗത്ത് പോയാലും ഇതുപോലെ കുറേ ആൾക്കാരുണ്ടാവും ഗൈഡായിട്ട്. അവർക്ക് കുറേ ചാർജ് കൊടുത്തു അവർ കറക്റ്റ് എല്ലാ സ്ഥലവും കാണിച്ചു തരുന്നു. ഇത് ഇവിടുത്തെ കുരുത്തക്കടില്ലാത്ത പുള്ളമെന്ന് തോന്നുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ മിത്ത വന്നിട്ട് ആളെന്നിട്ട് എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത റഫീഖ് എന്താക്കി അങ്ങോട്ടേക്ക് എന്തെല്ലോ കാണിച്ച്. അതിൽ 10 രൂപ കിട്ടുമോ, ചായ പൈസ കിട്ടുമോ, അങ്ങനെങ്കിൽ ചെക്കൻ അടുങ്ങുന്ന നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആടുന്ന് നേരെ സ്ഥലം കാലിയാക്കിയിട്ട് നമ്മൾ അടുത്ത് എത്തിപ്പെട്ടതാണ് ചൈന ടൗണിലേക്ക്. ഇതാണ് മക്കളെ ഫിലിപ്പീൻസ് ചൈന മാർക്കറ്റ്. ചൈന മാർക്കറ്റിൽ ഇവിടെ ഏകദേശം എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. പക്ഷെ വലിയൊരു മാർക്കറ്റാണ് സംഭവം. ഈ തല തൊട്ട് ആ തല വരെ ഉണ്ട്, കുറേ നടക്കാനുണ്ട്. നമ്മൾ പിന്നെ അത്രക്കും കുറേ നടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്താക്കി പകുതി വരെ നടന്നിട്ട് തിരിച്ചു വന്നു. ഈ വണ്ടീനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഓൾറെഡി മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞ സംഭവമാണ്. ഇതാണ് ഇവിടുത്തെ ബസ് ജീപ്പ്. കുറച്ചപ്പുറത്തിൽ നോക്കുമ്പോൾക്കുണ്ട് 3 പുള്ള തല്ലാക്കുന്നത്. ഇത് ഇവിടെ മാർക്കറ്റിലത്തെ റോക്കി ബോയും ഗുണ്ടുകളും തോന്നുന്നു കണ്ടിട്ട്, കാരണം ഭയങ്കര ഫൈറ്റിങ് ഇവിടെ നടന്നത്. ഇതാണ് നേരത്തെ തല്ലാക്കിയ മാർക്കറ്റിലത്തെ റോക്കി ബോയ്. ഓന് നമ്മളെ കണ്ടിട്ട് നമ്മളടുത്ത് വന്നത്. അപ്പം നമ്മൾ പൊടിച്ചപ്പോൾ നമ്മളെ പൊടിച്ചിട്ട് തല്ലോ എന്നുള്ളത്, കാരണം മാർക്കറ്റല്ലേ. പിന്നെ അവിടെ പ്രത്യേകിച്ച് എന്ത് കാണാനില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താക്കി ഇവിടുന്ന് മാറിയിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് പോകാമെന്നുള്ള പ്ലാനായി. ഏകദേശം രാത്രി ആവാനായി. ഇന്നൊരു ദിവസമാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എന്താക്കി നേരെ പുറപ്പെട്ട് അടുത്ത ലൊക്കേഷനിലേക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.